സ്റ്റാർട്ട് ചെയ്യാം. ഒരു സൈലന്റ് പ്രയറോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും നല്ലൊരു പ്രോഗ്രാമിലേക്ക്, നമ്മൾ ഈ ഒരു പ്രൊജക്ട് ടെസ്റ്റിന്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മളിവിടെ ഇവിടെ കേൾക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള പ്രൊജക്ട് ടെസ്റ്റിന്റെ വെബിനാറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് പുതിയ വ്യക്തികളെ വളരെ സ്നേഹത്തോടെ ഈ ഒരു പ്രൊജക്ടിനെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാണ്. First of all, I respected our management team, our software developer, Mr. Ranjit Robot from Thrissur, our marketing head, Dr. Kevin from Trivandrum, our financial admin, Mr. Abubakar Siddiq from Palakkad, our topmost leader, Miss Nusrat ma'am, and our top 8 strong pillars, top 8 leaders. എല്ലാവരെയും ഒരിക്കൽ കൂടി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യാണ്. 2025 ഏപ്രിൽ 5, അതായത് നാളെ നമ്മൾ നല്ലൊരു ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ആനിവേഴ്സറിയാണ് നാളത്തെ ദിവസം ആഘോഷിക്കുന്നത്. അതിന്റെ ആഘോഷ പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നത് ഗോവയിൽ വെച്ചിട്ടാണെങ്കിലും നാളത്തെ ഒരു ദിവസം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. 3 ചെറുപ്പക്കാര് എടുത്തൊരു തീരുമാനം അതൊരു 8 ചെറുപ്പക്കാരിലേക്ക് കൈമാറിയപ്പോ അവര് അതും കൊണ്ട് ഓടി എന്ന് വേണം പറയാൻ. കാരണം ഇന്ന്, അതായത് നാളത്തെ ദിവസം ഫസ്റ്റ് പേ ഔട്ട് സ്റ്റാർട്ട് ചെയ്ത ദിവസമാണ് ഏപ്രിൽ 5 എന്ന് പറയുന്നത്. 2025 ഏപ്രിൽ 5 ഫസ്റ്റ് പേ ഔട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഇന്ന് ആ ഒരു പേ ഔട്ടിന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ ഒരു USDT നോക്കുകയാണെങ്കിൽ ഒരു 30 lakh above ആണ് നിൽക്കുന്നത്. അതുപോലെ INR നോക്കുകയാണെങ്കിൽ അബൌവ് 28 crore. അപ്പോ നമ്മൾക്കറിയാം ആ 8 ചെറുപ്പക്കാര് നിൽക്കുകയാണോ ചെയ്തത്, ഓടുകയാണോ ചെയ്തത് എന്നുള്ളത്. എന്ത് തന്നെ ആയാലും നിങ്ങളെ ഒരു സുഹൃത്തോ ബന്ധുവോ ക്ഷണിച്ചിട്ടായിരിക്കാം ഈ ഒരു പ്രൊജക്ട് കേൾക്കാനായിട്ട് ഇവിടേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അവര് ഇപ്പൊ ഞാൻ പറഞ്ഞു ടോപ്പ് 8 ലീഡേഴ്സ് ഒരു വർഷം മുൻപ് എടുത്ത തീരുമാനം, അത് സ്ട്രോങ് ആയൊരു തീരുമാനമായപ്പോ അത് ഒരു വർഷം ബാക്കിലേക്ക് നോക്കുമ്പോൾ ഒരു വടവൃക്ഷം പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ് നമ്മുടെ പ്രൊജക്ട് ടെസ്. ഇന്ന് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ കേട്ട് എടുക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനം എത്രത്തോളം സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്ടിനെ നിങ്ങൾ കേൾക്കണം. ഈ പ്രൊജക്ട് ഇപ്പോ പറയാനായിട്ട് വരുന്ന വ്യക്തി അത്രത്തോളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിനെ കേൾക്കുക. നമ്മൾക്ക് തന്നെ ഒരു റെസ്പെക്ട് കൊടുക്കുന്നതിന് ഒരു തുല്യമാണ് നമ്മൾ എന്താണ് വീഡിയോ ഓൺ ആക്കി വെച്ച് അലേർട്ട് ആയിട്ടിരിക്കുക. നമ്മുടെ ഡ്രസ്സ് വെയർ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക, ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കുക. കിടന്ന് കാണുന്നവർ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിരുന്ന് അതിനെ നമ്മൾക്ക് തന്നെ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ ഇരിക്കുക. ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ പ്രോഗ്രാമാണ്. അപ്പോ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആളുകളൊക്കെ ഈ പ്രൊജക്ട് കേൾക്കാനായിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തന്നെ ഒരു റെസ്പെക്ട് കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രൊജക്ടിനെ കേൾക്കുക. പ്രൊജക്ട് കേൾക്കുക എന്ന് പറയുമ്പോൾ പാതി വഴി വെച്ചിട്ട് പോകരുത്. ഇതിന്റെ വൈൻഡ് അപ്പ് സെക്ഷൻ എന്ന് പറയുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. കാരണം പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പവർ ഉള്ള ഒരു സംഭവമാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ആ ഒരു സോഴ്സ് നമ്മൾക്ക് ഈ ഒരു പ്രൊജക്ട് ടെസ്റ്റിലൂടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് വളരെ അലേർട്ട് ആയിട്ട് നമ്മൾ ഇരുന്നാൽ മാത്രമാണ്. എന്തുകൊണ്ട് ഈ പ്രൊജക്ട് ടെസ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ പേ ഔട്ട് ശ്രദ്ധിച്ചവർക്ക് അറിയാം, ഒരു എബവ് 28 crore പേ ഔട്ട് ഈ ഒരു വർഷം ആയപ്പോഴത്തേക്കും എങ്ങനെ കൊടുക്കാൻ പറ്റി, അതിന്റെ സോഴ്സ് എന്താണ്, എല്ലാ കാര്യങ്ങളും അതിന്റെ റൂട്ട് കോസ് എന്താണെന്നൊക്കെ ഈ ഒരു പ്രൊജക്ടിനെ അലേർട്ട് ആയിട്ട് കേട്ടിരിക്കുമ്പോൾ തന്നെയാണ് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും, എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, എല്ലാവരും ശരീരവും മനസ്സും ഇവിടെയൊക്കെ തന്നെ വെച്ചിട്ടിരിക്കുക. യാതൊരു മുൻവിധികളും ഇല്ലാതെ ഈ ഒരു പ്രൊജക്ടിനെ നിങ്ങൾ കേൾക്കുക. കേട്ടതിന് ശേഷം നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റും. അത് ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറും. ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം ആക്കി നമുക്ക് ഇതിനെ മാറ്റാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വെബിനാർ നമ്മൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് എന്തുകൊണ്ടും ഞാൻ പറയാറുണ്ട്, എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. അദ്ദേഹം ഈ ഒരു ഫീൽഡില് പല വേർഡുകൾ നമ്മൾക്ക് പരിചയമില്ലാത്ത വേർഡുകളായിരിക്കും. കാരണം വെർച്വൽ വേൾഡ് ആണ്. ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും.
എന്തും ആയിക്കോട്ടെ. അദ്ദേഹം വളരെ സിമ്പിളായി, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഈ പ്രൊജക്റ്റ് നമ്മളിലേക്ക് എത്തിക്കാറുള്ളത്. അതുപോലെ തന്നെയായിരിക്കും ഇന്നത്തെയും അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ ഉണ്ടായിരിക്കുക. അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ. അദ്ദേഹം ഒരു സക്സസ്ഫുൾ ട്രെയിനർ ആണ്. അദ്ദേഹം ഒരു ലീഡർ ആണ്. അതുപോലെ തന്നെ ട്രേഡിംഗ് മേഖലയിൽ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ പ്രൊജക്റ്റിനെ പറ്റി എ ടു സെഡ് ആഹ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം നമ്മൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി അതിലേറെ ബഹുമാനത്തോടെ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അരുൺ സത്യൻ, മിസ്റ്റർ അരുൺ സത്യൻ ഫ്രം കോഴിക്കോട്. സർ, വെൽക്കം. ഓവർ ടു യു. ഓക്കെ, താങ്ക് യു നിതു മാഡം. മാഡം എന്നെ പരിചയപ്പെടുത്തി. പേര് അരുൺ സത്യൻ എന്നാണ്, കോഴിക്കോടാണ് സ്ഥലം. ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വളരെ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ. ഈ പ്രൊജക്ടിന്റെ സ്റ്റാർട്ടിംഗ് സമയത്ത് തന്നെ ഞാൻ ഈ പ്രൊജക്ടിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയങ്ങളിലൊന്നും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എന്തുകൊണ്ടെന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഇപ്പൊ പല ആളുകളും ഒരുപക്ഷെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന പല ആളുകളും ഇതിനു മുമ്പ് ഇതുപോലെ ഒരുപാട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത ആളുകളായിരിക്കും. ചിലപ്പോൾ ഒരു ഫ്രണ്ടോ റിലേറ്റീവോ ഒക്കെ നമ്മളോട് കമ്പൽ ചെയ്തിട്ടായിരിക്കും ഈ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ആദ്യമേ എനിക്ക് പറയാനുള്ളത്, നീതു മാഡം അവിടെ പറഞ്ഞ പോലെ യാതൊരു മുൻധാരണകളും വെച്ചും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതിരിക്കുക. കാരണം അത്തരത്തിലുള്ള ഒരു മുൻധാരണയാണ് എന്നെ ഈ ബിസിനസ്സിൽ ഇത്രയും ലേറ്റ് ആയിട്ട് എൻട്രി എടുക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പം അത് ഞാൻ പറയാനുള്ള കാരണം നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾ ക്രിപ്റ്റോ കറൻസിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അത്തരം പ്രോജക്റ്റുകളൊക്കെ നമുക്കറിയാം കുറച്ചു കാലങ്ങൾ നമ്മളെ മുമ്പിൽ റൺ ചെയ്യും, പിന്നീട് അത് ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. പക്ഷെ അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾ കേട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഒരു കാര്യം ആദ്യമേ പറയാനുള്ളത്, ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് ഒരിക്കലും പാഴാവില്ല. കാരണം അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്നെ തന്നെ എടുക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഞാനിത് പറയാൻ കാരണം, നമുക്കറിയാം ക്രിപ്റ്റോ പ്രോജക്റ്റുകൾ എപ്പോഴും നമുക്ക് മുമ്പിൽ വരുന്ന സമയത്ത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വരുന്നത്. ആ കമ്മ്യൂണിറ്റി വാങ്ങിക്കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ കൂടും. അതിലൂടെ നമുക്ക് വലിയ രീതിയിലേക്ക് പിന്നെ ബിറ്റ്കോയിനോ അല്ലെങ്കിൽ എതേറിയം അല്ലെങ്കിൽ BNB പോലെ XRP പോലെയൊക്കെ വളരാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല കറൻസിയും വരിക. പക്ഷെ ലോകത്ത് ഒരു കറൻസിക്കും ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ റെഫറൽ പ്രോഗ്രാമിലൂടെ വളരാൻ സാധിക്കില്ല. കാരണം ഒരു കമ്മ്യൂണിറ്റി ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നുണ്ട്, അതിന് വാല്യൂ കൂടുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൂടും. പക്ഷെ പിന്നീട് അവരത് സെല് ചെയ്യുന്ന സമയത്ത് അതേപോലെ വാല്യൂ ഡൗൺ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അല്ല വേണ്ടത്, കൃത്യമായിട്ട് യൂട്ടിലിറ്റിക്ക് വേണ്ട പ്രോജക്റ്റുകൾ റൺ ചെയ്യപ്പെടണം. നാളെ ഇതുവരെ ഒരു കമ്പനിയും കൃത്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ ഈ ഒരു ടെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ യൂട്ടിലിറ്റി പ്രോജക്റ്റുകളാണ്. ആ യൂട്ടിലിറ്റി പ്രോജക്റ്റിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ പ്രോജക്ട്സ് ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ എങ്ങനെയാണ് യൂട്ടിലിറ്റി ക്രിയേഷൻ നടക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അതിനു മുമ്പേ എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ള കാരണം, ഈ ഒരു കമ്പനി വെറുതെ വന്ന് ഒരു ക്രിപ്റ്റോ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയല്ല. ഇന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഇന്ന് യൂറോപ്യൻ പ്രീമിയർ ലീഗിലെ ഒരു ടീമിനെ ഹയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ടീമിനെ ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കാരണം നമുക്കറിയാം, ഏതൊരു ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങുമ്പോഴും നമ്മൾ അതിന്റെ ബാക്കപ്പ് എന്താണ് അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ എന്താണ് എന്ന് നമ്മൾ നോക്കും. സ്ട്രോങ് ആയിട്ടുള്ള എന്ത് ബാക്കപ്പ് ആണ് ആ കറൻസി വരാൻ? തീർച്ചയായിട്ടും ഇവിടെ അത്തരത്തിലുള്ള ഒരു ബാക്കപ്പോട് കൂടിയിട്ടാണ് നമ്മളെ കമ്പനി വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ അതിലേക്ക് പോകാൻ കാരണം, പല ആളുകളും എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ കേൾക്കണോ എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും. ഞാനിവിടെ കാണിക്കുന്ന യൂറോപ്യൻ പ്രീമിയർ ലീഗിൽ നമ്മുടെ ക്രിക്കറ്റ് ടീമിലുള്ള പ്ലേയേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ യൂറോപ്യൻ പ്രീമിയർ ലീഗ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണും. അതിന്റെ ഓപ്ഷൻ കഴിഞ്ഞ ദിവസം നമുക്ക് അതിന്റെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കെവിൻ സാർ, അതുപോലെ തന്നെ രഞ്ജിത്ത് സാറൊക്കെ ആ ഓപ്ഷനിൽ പങ്കെടുക്കുന്ന പിക്ചേഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ ആ ഓപ്ഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ യൂട്യൂബിൽ ലൈവ് അവൈലബിൾ ആണ്. ഓരേഴ്സിനെ എത്ര എമൗണ്ടിനാണ് കമ്പനി പർച്ചേസ് ചെയ്ത് തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പൊ അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കമ്പനി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പല സമയങ്ങളിലും നമുക്കറിയാം, പല സ്ഥലങ്ങളിലും നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു കമ്പനി എങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു, കമ്പനിയുടെ ഓപ്ഷൻ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മളെ മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ്സ് അവിടെ പങ്കെടുക്കും, അത് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അതിൽ പങ്കെടുക്കും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഷോട്ട് കാണുന്നത്, നേരത്തെ മാഡം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡോക്ടർ കെവിൻ സാറ് ആൻഡ് രഞ്ജിത്ത് സാറ്, ഗിബ്സ് ആണ് നമ്മുടെ കോച്ചുമായിട്ട് വരുന്നത്. അവിടെ അവർ ഓപ്ഷനിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു ക്രിക്കറ്റ് ടീമിനെ ഹയർ ചെയ്യുന്നത് ഏകദേശം 100 കോടിക്ക് മുകളിൽ വാല്യുവേഷൻ കാണുന്ന
200 കോടിയോളം നമുക്കൊരു വാല്യുവേഷൻ കാണുന്ന ഒരു ടീമിനെ ഇന്ന് നമ്മളെ കമ്പനി സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എപ്പോഴും ഒരു കറൻസി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന്റെ ബാക്ക് എൻഡിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രൊമോഷൻസ് നടക്കണം. ഇന്ന് ഈ ഒരു കമ്പനി ഇത് ഹയർ ചെയ്യുന്നതോടുകൂടി നാളെ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതോടുകൂടി വലിയൊരു റെവല്യൂഷൻ നമുക്കുണ്ടാവും. ഞാനതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മുടെ പ്രോജക്റ്റിലേക്ക് നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഇന്ന് ക്രിക്കറ്റ് ടീമിന്റെ കാര്യങ്ങൾ മാത്രമല്ല, അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കറൻസിയെ പ്രൊമോട്ട് ചെയ്യുന്നതിലും വലിയൊരു ക്രെഡിബിലിറ്റി കമ്പനിക്ക് ഉണ്ടാക്കുന്നതിന് കാരണം ഇവിടെ അത് മാത്രമല്ല. ഇന്ന് നമ്മൾ നിലവിൽ റൺ ചെയ്യുന്ന പ്രോജക്ട്സിനെ കുറിച്ചാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. ഇത് നമ്മുടെ വെബ്സൈറ്റ് ആണ് tezverse.com എന്നുള്ളതാണ്. വെൽക്കം ടു ടെസ്വേഴ്സ്. ഇവിടെ നമ്മൾ ആദ്യം കാണാൻ പറ്റുന്നത് നമ്മളൊരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ. ഇന്ന് മാഡം പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിലൂടെ എത്ര ഇൻകം ആളുകൾ ഇതുവരെ ടോട്ടൽ വാങ്ങിച്ചു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എത്ര വിഡ്രോവലിലൂടെയാണ് ഇത്രയും ഇൻകത്തിലേക്ക് കമ്പനി എത്തിയിട്ടുള്ളത്, അങ്ങനെ തുടങ്ങിയ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ കറൻസി ഇപ്പോൾ ICOയിലാണ് കറൻസി ഉള്ളത്, ഇനിഷ്യൽ കോയിൻ ഓഫറിംഗിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പല കമ്പനികളും മാർക്കറ്റിൽ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും, പല കാര്യങ്ങൾ ചെയ്യുന്ന. ICOയിൽ ഒരു കമ്പനി അവരെ ടോക്കൺ വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അത്രയേറെ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. കാരണം ICOയിൽ ഒരു കറൻസി വെക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ICO ആളുകൾ വാങ്ങണമെങ്കിൽ ആ കറൻസിയെ കുറിച്ച് പഠിക്കും, ആ കറൻസിയുടെ ബാക്കപ്പ് പഠിക്കും, അതോടൊപ്പം അത് നിലവിൽ റൺ ചെയ്യുന്ന പ്രോജക്ട്സുകൾ പഠിക്കും, അതിന്റെ ഫ്യൂച്ചർ പ്രോജക്ട്സിനെ കുറിച്ച് പഠിക്കും, അതിന്റെ സോഷ്യൽ മീഡിയ ചാനലുകളിൽ ഇപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ചാനലുകൾ, ടെലിഗ്രാം ആണെങ്കിലും എക്സ് ചാനൽ ആണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഇങ്ങനെ, അല്ലെങ്കിൽ ഡിസ്കോഡ് ആണെങ്കിലും, ഇതിലൊക്കെയുള്ള ചർച്ചകളും ഇതെല്ലാം ഒബ്സർവ് ചെയ്തിട്ടുണ്ടാകുക. അപ്പൊ അതെല്ലാം ക്ലിയർ ആയതുകൊണ്ടാണ് നമ്മുടെ കമ്പനി ICOയിൽ വെച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ $30,91,708. നമ്മൾ INR നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 28 കോടി അല്ലെങ്കിൽ 29 കോടിയുടെ അടുത്ത് ഇന്ന് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലൂടെ പല ആളുകൾ വരുമാനം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ടോക്കണെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയുകയാണെങ്കിൽ ടോട്ടൽ സപ്ലൈ 100 ബില്യൺ ടെസ് ആണ് സപ്ലൈ. അതോടൊപ്പം തന്നെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് 0.001, അതായത് 10 പൈസ നിലവിലാണ് ഇന്ന് ടോക്കൺ ഉള്ളത്. അതിന്റെ പബ്ലിക് സെയിലിലേക്ക് വെച്ചത് പ്രൈവറ്റ് സെയിലിലേക്ക്, അതിന്റെ ടോക്കണോമിക്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എത്ര പെർസെന്റേജ് ആണ് നമ്മൾ എയർ ഡ്രോപ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ തന്നെ ഉണ്ട്. അതോടൊപ്പം ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ട്, പല ആളുകൾ ചോദിക്കും നമുക്ക് ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് വെരിഫൈഡ് ആണോ. നമുക്ക് BSC സ്കാനിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഈ ടോക്കണിന്റെ ഇതാണ്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു കറൻസി നമുക്കറിയാം, ICOയിൽ വെച്ച കറൻസി ഓരോ മിനിറ്റിലും ട്രാൻസാക്ഷൻസ്, പല ആളുകൾ അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രീതിയിൽ പബ്ലിക്കിലേക്ക് കറൻസി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ICOയിൽ വെക്കുമ്പോൾ പല ആളുകൾക്കും അറിയാം ഇന്ന് ICOയിൽ വെച്ചിട്ടുള്ള ഇപ്പൊ എത്തേറിയം എന്നുള്ള കറൻസി ICOയിൽ വെച്ചത് $0.14 ആയിരുന്നു ICO ഉണ്ടായിരുന്നത്. കാരണം ICOയിൽ വെക്കുന്ന സമയത്ത് നമുക്കറിയാം എക്സ്ചേഞ്ചിലാണെങ്കിൽ ആളുകൾ വാങ്ങിക്കുന്നതിനനുസരിച്ച് അതിന്റെ പ്രൈസിൽ വലിയ ഹൈക്ക് വരും. പക്ഷെ ICOയിൽ നമ്മൾ ഒരു പ്രൈസിലാണ് ആ കറൻസി വെക്കുക, ലിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ആ പ്രൈസിന്റെ ഹൈക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ നല്ല പ്രോജക്റ്റുള്ള കറൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ വാങ്ങും. അപ്പോൾ ആ സമയങ്ങളിൽ അവർക്ക് ഈ ഒരു കറൻസി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് കറൻസിയുടെ പ്രോജക്ട്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ചാറ്റ്. ഇന്ന് ChatGPT അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു AI സെർച്ച് എഞ്ചിൻ നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് സർ കാര്യങ്ങളും ഒരു നമുക്ക് മിനിറ്റ്. വേണമെങ്കിൽ. സർ സ്ക്രീൻ ഹലോ, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ സർ? സ്ക്രീൻ ഷെയറിംഗ് കാണുന്നില്ല കേട്ടോ. വന്നിട്ടില്ലായിരുന്നല്ലേ? ഓക്കെ, സോറി സോറി. ഇല്ല അപ്പൊ ഫസ്റ്റ് പറഞ്ഞതൊന്നും കണ്ടിട്ടില്ല. ഇല്ല ഇല്ല. ഓക്കെ, ഞാനത് ഷെയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കിട്ടുകയില്ല. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പൊ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്തു എന്ന് വിചാരിച്ച് പോയതാണ്, സോറി. ഷെയർ ചെയ്തെന്ന് വിശ്വസിച്ച് പോയതാണ്. ഓക്കെ, ചിലപ്പോൾ ഷെയർ ചെയ്തിട്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എനിവേ നമ്മളെ ക്രിക്കറ്റ് ടീം ഇതാണ്. ആ ക്രിക്കറ്റ് ടീമിന്റെ പ്ലേയേഴ്സ് നിങ്ങൾക്കറിയാം ഇന്ന് വേൾഡിൽ തന്നെ നല്ല രൂപത്തിൽ നമുക്കറിയാം നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഓപ്ഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലൈവ് വീഡിയോസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ലൈവായിട്ട് അതിന്റെ വീഡിയോസ് നമ്മളെ മാനേജ്മെന്റ് ടീമിനെ ഹയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ പല കൺസെപ്റ്റുകളും പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യും, അത് വരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ കമ്പനി നമ്മളെ സംബന്ധിച്ച് വളരെ ക്ലിയർ ആയിട്ട് മാനേജ്മെന്റ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം
എന്നിപ്പോ നമുക്കറിയാം ഏത് കറൻസി ആണെങ്കിലും അതിന്റെ ബാക്കപ്പ് എന്നുള്ളത് എല്ലാവരും ചെക്ക് ചെയ്യും. ആ കറൻസി വാങ്ങുമ്പോൾ അതിന്റെ ക്രെഡിബിലിറ്റി, ഇപ്പൊ ഡോജ് കോയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ബാക്ക് എൻഡിൽ എന്താണ്, അല്ലെങ്കിൽ ട്രംപ് പുതിയൊരു കോയിൻ ഇറക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇത് അറിയാം, അല്ലെങ്കിൽ ഇപ്പൊ പെപ്പെ കോയിൻ, ലിറ്റിൽ പെപ്പെ എന്ന് പറഞ്ഞ കോയിൻ ICOയിൽ വന്നിട്ടുണ്ട്. കാരണം അത് പെപ്പെ കോയിന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ആ കറൻസി വാങ്ങുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ കമ്പനി ICOയിൽ വെച്ച് ഞാൻ പറഞ്ഞു അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അതിന് ഇത്രയും പ്രോജക്ട്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇത് ഇപ്പൊ ഇവിടെ നമ്മൾ സ്ക്രീനിൽ ഇവിടെ കാണുന്നത്, നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നീതുബാണം പറഞ്ഞതുപോലെ നമ്മളെ കെവിൻ സാറാണ് ഇത് കാണുന്നത്. അതോടൊപ്പം തന്നെ രഞ്ജിത്ത് റോബർട്സ് ആണ്, അതുപോലെ ഗിബ്സ്, ഇവരൊക്കെ ഈ ഓപ്ഷനിൽ പങ്കെടുക്കുകയും നമ്മളത് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എത്രയോളം എമൗണ്ട് കൊടുത്തിട്ടാണ് ഓരോ പ്ലെയേഴ്സിനെ ഓപ്ഷനിൽ അവർ വാങ്ങിക്കുന്നത്. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്രയേറെ മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് എന്നുള്ളത്. അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മുകളിലുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്കറിയാം, നമ്മൾ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നുള്ള ന്യൂസ് ആണ്, RCB രാജസ്ഥാൻ റോയൽസ് ടീം ആദിത്യ ബിർള വാങ്ങിച്ചു. അത് 16,000 കോടി രൂപയ്ക്ക്. എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 600 കോടിയൊക്കെ ആയിരുന്നു മുമ്പ് ആ ടീമിന്റെ വാല്യുവേഷൻ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 16,000 കോടി രൂപയിലേക്ക് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടീമിന് വൈസ് എത്ര ഗ്രോത്ത് ഇപ്പൊ മാർക്കറ്റിൽ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. കാരണം അതുകൊണ്ടാണ് ഇവർ ഓപ്ഷനിൽ പങ്കെടുക്കുന്നതും അതോടൊപ്പം തന്നെ ഇത്രയും വളരെ നമ്മളൊക്കെ എന്താ പറയാ അത്രയേറെ ആരാധിക്കുന്ന പ്ലേയേഴ്സിന്റെ കൂടെ അവർക്കൊക്കെ ചെലവഴിക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു ടീമിനെ അവർ ഹയർ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അത് ഈ ഒരു കറൻസിയെ സംബന്ധിച്ച് കറൻസിയുടെ ഒരു ബാക്കപ്പ് അത്രയേറെ നിലനിർത്തും എന്നുള്ളതാണ്. അപ്പൊ ഇനി ഇവിടെ ഞാൻ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരികയാണെങ്കിൽ, ഈ ഒരു പ്രോജക്റ്റിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ. നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണാം, നമ്മുടെ സൈറ്റിന്റെ പേര് ടെസ്ബേഴ്സ് എന്നുള്ളതാണ്. അവിടെ ഈ ഡെക്സ് ആപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഈ പ്രോജക്റ്റിലൂടെ ആളുകൾ വാങ്ങിച്ചിട്ടുള്ള വരുമാനം ഇവിടെ ഓൾറെഡി പറഞ്ഞു, ഇത് US ഡോളറിലാണ്. 30,91,708 USDT ആണ് വന്നിട്ടുള്ളത്. അത് നോക്കുകയാണെങ്കിൽ ഏകദേശം 28,83,12,187 രൂപ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലൂടെ ആളുകൾ വരുമാനം വാങ്ങിച്ചു എന്നുള്ളതാണ്. ഇനി നമ്മുടെ കറൻസി ഞാൻ പറഞ്ഞു, ഇത് ICOയിലാണ് കറൻസി ഉള്ളത്, ഇനിഷ്യൽ കോയിൻ ഓഫറിംഗിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനിഷ്യൽ കോയിൻ ഓഫറിംഗിൽ ഒരു കമ്പനി കറൻസി വെക്കണമെങ്കിൽ ആ കമ്പനിക്ക് കോൺഫിഡൻസ് വേണം. കാരണം ICOയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ അതിനെ കുറിച്ച് പഠിക്കും. അതിന്റെ ടെലിഗ്രാം ചാനൽസ്, ഇൻസ്റ്റാഗ്രാം ചാനൽസ്, ഈ ട്വിറ്റേഴ്സ്, ഇതൊക്കെ ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് ഹാൻഡിൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ അതൊക്കെ സെർച്ച് ചെയ്യും. ഡിസ്കോഡിൽ അതിന്റെ ചർച്ചകൾ ഉണ്ടാവും. ഇതിനെല്ലാം ഫൈനലി ആണ് ആളുകൾ ഇത് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോകുന്ന ഇത്രയും പ്രോജക്റ്റ് റൺ ചെയ്യുന്ന ഒരു ടീമിന്റെ ബാക്ക് എൻഡിൽ മുൻപിൽ നിൽക്കുന്ന ഒരു കറൻസിയാണ് എന്നുള്ളത് അത്രയും കോൺഫിഡന്റ് ആയതുകൊണ്ടാണ് കമ്പനി എന്ത് ചെയ്തത് ICOയിൽ വെച്ചിട്ടുള്ളത്. ഇത് വളരെ ചെറിയൊരു എമൗണ്ടിന് നമുക്ക് ICOയിൽ വാങ്ങാൻ പറ്റും. കറൻസിയുടെ ഇനിഷ്യൽ പ്രൈസ് ആണ് 0.001 ആണ്, 10 പൈസ. അപ്പൊ ഇതുപോലെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ICOയിൽ റൺ ചെയ്ത ഒരു കറൻസിയാണ് എത്തേറിയം. $0.14 ICOയിൽ എത്തി. ഒരു പ്രോജക്റ്റിനെ കുറിച്ച്, എത്തേറിയത്തിന്റെ പ്രോജക്റ്റിനെ കുറിച്ച് ആളുകൾ പഠിച്ചു. ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി ഇതിന് ബിറ്റ്കോയിനെ പോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കറൻസി. സാർ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. സാറിന്റെ വീഡിയോ ഒന്ന് ഓഫ് ആക്കി നോക്കൂ. വോയിസിന് ഭയങ്കര വേരിയേഷൻസ് വരുന്നുണ്ടോ? കണക്ഷൻ ഒക്കെ ഓക്കെ ആണ്, അറിയില്ല. ഓക്കെ, എനിവേ നമുക്ക് ഇങ്ങനെ നോക്കാം. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കറൻസി അത്രയും വലിയ, അതിന്റെ പബ്ലിക് സെയിൽ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാം. പ്രൈവറ്റിന് എത്രയാണ്, ഇതിന്റെ ടോക്കണോമിക്സ് ഇതാണ്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ കമ്പനിയിൽ ഇപ്പൊ ഈ കമ്പനിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്താണ് ഇതിന്റെ പ്രോജക്ട്സുകൾ എന്താണെന്നാണ് അവർ പഠിക്കുക. അപ്പൊ നമ്മളും ഈ ഒരു ബിസിനസ് ചെയ്യും, നമ്മൾ അറിയണം. ഇപ്പൊ ടെസ്റ്റ് ചാറ്റ് എന്നുള്ള നമുക്കറിയാം, ചാറ്റ് GPT ഇന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ജിയോ ഒക്കെ ചെയ്ത് അതേ ശൈലിയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമുക്ക് ആദ്യം ഫ്രീ ആയിട്ട് തരും, പിന്നീട് അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സമയത്ത് അല്ലെ, ഇന്റർനെറ്റ് ആദ്യം ജിയോ ഫ്രീ ആയിട്ട് തന്നു, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധിതമായിട്ട് അത് വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചാറ്റ് GPT എന്ത് ചോദിച്ചാലും തരും. ഇപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചാറ്റ് എന്നുള്ള ഒരു AI സെർച്ച് എഞ്ചിൻ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കിത് ടെസ്റ്റ് ടോക്കൺ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാം. ഫ്രീ യൂസ് ചെയ്യാൻ പറ്റുന്നത് 25 പ്രോംപ്റ്റ് ആണ് ഒരു ദിവസം യൂസ് ചെയ്യുന്നത്. 25 കമന്റ്സ് കൊടുക്കാൻ പറ്റും. സെയിം നമുക്കറിയാം ചാറ്റ് GPT പോലെ തന്നെ. അത് ഇവിടെ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്കറിയാം ഇവിടെ ടോക്കൺ യൂട്ടിലിറ്റി ആണ്. ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ടോക്കൺ വേണം. അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ടോക്കൺ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എക്സ്ചേഞ്ചിലേക്ക് എത്തുന്നില്ല. അത്
അതുകൊണ്ട് തന്നെ ഇതൊരു പെർഫെക്റ്റ് യൂട്ടിലിറ്റി ആയിട്ട് മാറാവുന്ന ഒരു പ്രോജക്ട്സ് ആണ്. അത് മാത്രമല്ല ഇവിടെ ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാനുള്ള കാരണം ചാറ്റ് ജിപിടി നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഒരു 100 പ്രോംപ്റ്റിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് റിവാർഡ് ആയിട്ട് ടോക്കണും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഡെയിലി. അത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ പെർഫെക്ഷൻ കൂട്ടും, ഇതിന്റെ ആക്യുറസി കൂട്ടും, ഇതിന്റെ ഡാറ്റാബേസ് കൂട്ടും, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഞാനിപ്പോ ഇന്റർനെറ്റിന്റെ ഒരു പ്രശ്നങ്ങൾ കാണിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു ഒരു എന്തെങ്കിലും ഒരു കമാൻഡ് കൊടുക്കുന്നു. ആ കമാൻഡ് വളരെ ഫാസ്റ്റ് ആയിട്ട് എന്താണോ ഉദ്ദേശിച്ചത് അതിന് വേണ്ടി വെറുതെ ജസ്റ്റ് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം. ഒരു സെർച്ച് എഞ്ചിനാണ്, AI സെർച്ച് എഞ്ചിനാണ്. ഇനി അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഇതിന്റെ ഒരു ഇതാണ് ടെസ് ജാക്ക്പോട്ട്. നമ്മളൊരു കുറിയൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ ജാക്ക്പോട്ടിൽ പങ്കെടുക്കാം. 5 USDT നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ നമുക്ക് ആ ജാക്ക്പോട്ടിൽ പങ്കെടുക്കാം. അങ്ങനെ ജാക്ക്പോട്ടിൽ പങ്കെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിലുള്ള ആളുകൾ അതല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒന്നും അല്ല, വേൾഡ് ലെവലിൽ ആർക്ക് വേണമെങ്കിലും ട്രസ്റ്റ് വാലറ്റുമായിട്ട് നമുക്ക് ഇവിടെ കണക്ട് വാലറ്റ് ഉണ്ട്, അവർക്ക് ഇത് പങ്കെടുക്കാം. ഇതിന്റെ പ്രൊമോഷൻസ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു, ടെലിഗ്രാം ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും അതോടൊപ്പം തന്നെ എക്സാനിൽ നടക്കുന്നു. ഇനി നാളെ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ജാക്ക്പോട്ട് ഒക്കെ വലിയ രീതിയിൽ ഇന്റർനാഷണൽ ലെവലിൽ റീച്ച് ചെയ്യാൻ പോകും. അപ്പൊ അതിന്റെ റിസൾട്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 70% പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, 30% ആണ് കമ്പനിയിലേക്ക് ഇൻകം പോകുന്നത്. ഇപ്പൊ പല ജാക്ക്പോട്ടുകളും അല്ലെങ്കിൽ ലോട്ടറികളും ഒക്കെ ഇന്ന് നടക്കുന്നത് നമുക്കറിയാം. വളരെ ചെറിയ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ആളുകളിലേക്ക് എത്തുള്ളൂ, ബാക്കിയൊക്കെ അവർക്കുള്ളതാണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഒരു 30% മാത്രമാണ് അത്. എന്നാൽ എന്നിരുന്നാലും അത് കമ്പനിയുടെ ഒരു ഇൻകം ആണ്. നാളുകളിൽ ഇത് നമ്മുടെ ടോക്കണിലേക്ക് മാറുന്നതോടുകൂടി ടോക്കണിന്റെ ട്രാൻസാക്ഷൻ കൂടും. ഇന്ന് 5 USDTക്ക് ഇത് പർച്ചേസ് ചെയ്ത് ആളുകൾ ഇത് ശീലമാകുന്നു. നാളെ ഈ ജാക്ക്പോട്ട് നമ്മൾ ടെസ്റ്റ് ടോക്കൺ ഉപയോഗിച്ചിട്ടാണ് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ബൈയിങ് നമുക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതും നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ആ ടോക്കണിന്റെ 30% കമ്പനിയുടെ ഇൻകം എന്നുള്ള രീതിയിൽ അത് യൂട്ടിലിറ്റി ആയിട്ട് ഒരു കാരണവശാലും തിരിച്ച് എക്സ്ചേഞ്ചിലേക്ക് എത്താത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, അതും ഒരു യൂട്ടിലിറ്റി ആയിട്ട് ഇവിടെ മാറാൻ പോകുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കമ്പനിക്ക് ഒരു വലിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ ടോക്കൺ ഡെവലപ്പ് ചെയ്യുന്നതിൽ വലിയൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ടെസ്റ്റ് ടോക്കൺ ICO ആണ് വെച്ചിട്ടുള്ളത്. അത് BNB സ്മാർട്ട് ചെയിനിലാണ് ഇന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന് കമ്പനിയുടെ മറ്റ് പ്രോജക്ട്സുകൾ നോക്കുകയാണെങ്കിൽ നിരവധി ഗെയിമുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ടെസ് ഷൂട്ടർ ഗെയിമാണ്, ഒരു ഷൂട്ടർ ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാം ഒരുപാട് ആളുകൾ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷൂട്ടർ ഗെയിം. ഇവിടെ നമുക്ക് പ്രത്യേകത ഈ ഷൂട്ടർ ഗെയിം പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ടെസ്റ്റിലൂടെയാണ്. അതൊരു യൂട്ടിലിറ്റി പ്രോഗ്രാമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആ യൂട്ടിലിറ്റി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഒരിക്കലും ഈ ടോക്കൺ എക്സ്ചേഞ്ചിലേക്ക് തിരിച്ചെത്തുന്നില്ല. അവിടെയൊക്കെ ബൈയിങ് ആണ്, ബൈയിങ് പ്രഷർ ഉണ്ടാവുന്ന കാര്യമാണ്. ഇനി എക്സ്ചേഞ്ചിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുള്ളത് നമ്മൾ ഈ ഗെയിം കളിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇതിന്റെ റിവാർഡ്സ് കമ്പനി കൊടുക്കുന്നുണ്ട് ടോക്കൺ ആയിട്ട്. അങ്ങനെ കിട്ടുന്ന റിവാർഡ്സ് മാത്രമേ എക്സ്ചേഞ്ചിലേക്ക് എത്തുള്ളൂ. വലിയ ഒരു ഭൂരിപക്ഷം ഇതിൽ വരുന്ന ടോക്കൺസും മാർക്കറ്റിൽ നിന്ന് ബൈയിങ് വന്നാൽ അത് യൂട്ടിലൈസ് ചെയ്ത് മാറുന്നു. അങ്ങനെയുള്ള ഗെയിംസ് ആണ് ടെസ്, ക്രഷ്. ഞാൻ എല്ലാം വരുന്നില്ല, നിങ്ങൾക്ക് തന്നെ ആ വെബ്സൈറ്റ് കയറി നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാത്തിലേക്കും ഞാൻ വരുന്നില്ല. അതോടൊപ്പം തന്നെ ആർച്ചറി ഗെയിം ഇന്ന് നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി ഗെയിംസ് ഇന്നിപ്പോ നമ്മൾ അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ഇപ്പോ പെപ്പെ കുബേര, ഹാംസ്റ്റർ കോമ്പാക്ട്, നമ്മൾ എല്ലാവരും ആണ് ഒരു കറൻസി, നമ്മളെല്ലാവരും ടാപ്പിംഗ് ഗെയിം കണ്ടിട്ടുണ്ടാവും. നമ്മൾ നിരവധി ആളുകൾ അത് കളിച്ചിട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള ടാപ്പിംഗ് ഗെയിം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ടെസ്. അപ്പൊ അത് പെപ്പെ കുബേര എന്നുള്ള പേരിലാണ് നമ്മൾ അത് വരുന്നത്. നമുക്കത് ലോഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എനിവേ നോക്കാം, നെക്സ്റ്റ് ഇതിലേക്ക് വരാം. അതോടൊപ്പം തന്നെ നമുക്ക് കമ്പനിയുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഐത്ര എന്ന് പറഞ്ഞുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കൺസെപ്റ്റ്. അപ്പൊ ഞാൻ ഈ പ്രോജക്ട്സ് പറയുന്ന കാരണം വെച്ചാൽ പ്രോജക്റ്റ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഏതെങ്കിലും പ്രോജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിപ്റ്റോയിൽ കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യല്ല, ഇത് ജെനുവിൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. ഇവിടെ വെർച്വൽ റിയൽ എസ്റ്റേറ്റ് നമുക്കറിയാം ഇന്ന് ലോകത്ത് ഒരുപാട് ഇപ്പൊ കമ്പനികളൊക്കെ നെക്സ്റ്റ് വരാൻ പോകുന്നത് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്. കാരണം വെർച്വലി നമുക്ക് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ക്രിപ്റ്റോ കറൻസി പോലെ, NFT പോലെ ഇനി റിയൽ എസ്റ്റേറ്റിന്റെ ലോകത്തേക്ക് വരാൻ പോകുന്നു. പല കമ്പനികളും വെർച്വൽ റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു വെർച്വൽ എർത്ത് ആണ്. ഇതിൽ നമുക്ക് എവിടെ വേണമെങ്കിലും സ്ഥലം വാങ്ങാം. ഓൾറെഡി നമ്മൾ പറയണ പ്രൈസ് ഇവിടെ 30,000 ടെസ് വരുന്നുണ്ട്. നമ്മൾ വേറൊരു
ചെയ്ത് കഴിഞ്ഞാൽ 20,000 ടെസ്റ്റ് ആണ്. അതായത് എർത്തിൽ ഇന്നുള്ള റേറ്റിന്റെ അതേപോലെ ഓൾമോസ്റ്റ് അതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ സ്ഥലം വാങ്ങിക്കാം. അപ്പൊ നിങ്ങൾ വന്നു ഒരു 50,000 ടെസ്റ്റ് കൊടുത്ത് നമ്മൾ ഒരു പ്രോപ്പർട്ടി ഇവിടെ വാങ്ങിക്കുന്നു. അപ്പൊ നാളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ സ്ഥലങ്ങൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്ഥലങ്ങൾ ആളുകൾ ആവശ്യം കൂടുന്തോറും ഇതിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. സെയിം ആണ് ഇവിടെയും സംഭവിക്കുക. ഇത് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇത് എത്തുന്നു. നമ്മളെ ടെസ്റ്റിന്റെ എല്ലാ സ്പോർട്സിലും ഇതിന്റെയൊക്കെ പ്രൊമോഷൻ വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റികൾ നമ്മൾ ടെലിഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റ് ചാനൽസിലും ഒക്കെ വരാൻ പോകുന്നു. അപ്പൊ അവർക്കൊക്കെ ഇൻട്രസ്റ്റഡ് ആയ ആളുകൾക്ക് സ്ഥലം വാങ്ങിക്കാം. ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ വാങ്ങിക്കും. അപ്പൊ ആ സ്ഥലത്തിന് വാല്യൂ കൂടും. നമ്മളൊരു 50,000 ടെസ്റ്റ് ഉപയോഗിച്ച് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു. ആ 50,000 ടെസ്റ്റ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ അവിടെ ഹോൾഡ് ചെയ്യപ്പെടും. കാരണം എന്താ, ഇനി ആ സ്ഥലം വേറെ ആരെങ്കിലും വാങ്ങണമെങ്കിൽ അവർ അതിനേക്കാൾ കൂടുതൽ ടെസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങണം. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് യൂട്ടിലിറ്റിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ക്ലിയർ ആയിട്ട് ഒരു ടോക്കണെ ഡെവലപ്പ് ചെയ്യാനുള്ള പെർഫെക്റ്റ് യൂട്ടിലിറ്റി കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മുടെ ഗെയിംസ്, നമുക്കറിയാം ടെമ്പിൾ റൺ പോലെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. അത് നമ്മൾ ഈ ഒരു വേൾഡിലേക്കാണ് ഇറക്കി വിടുന്നത്. അത് നമ്മൾ വാങ്ങിച്ച പ്രോപ്പർട്ടിയിലൂടെയാണ് അതിന്റെ പാത്ത് വരുന്നതെങ്കിൽ അത് നമുക്ക് ഒരു ലൈഫ് ലോങ് ഇൻകം തരുന്ന രൂപത്തിലേക്ക് മാറുന്നു. അതോടൊപ്പം പല ഗെയിംസുകളും ഇതിലേക്ക് ക്ലബ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് പറയാം. ഇനി നമ്മളൊരു ചെറിയ ഷോർട്ട് ടൈമിലായതുകൊണ്ട് തന്നെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ ഇനി ഈ ഒരു പ്രോജക്റ്റിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ പല ആളുകൾക്കും ഉണ്ടാവുക, സർ എന്താണ് ഇവിടെ വോയിസ് ബ്രേക്ക് ആണ് റോൾ, കേട്ടോ ഇപ്പോഴും. നമുക്ക് എന്ത് റോളാണ് ഇവിടെ സ്ട്രൈക്ക് കണ്ടുവരുന്നത്? വോയിസ് നല്ല പോലെ ബ്രേക്ക് ആവുന്നുണ്ടേ സർ. അത് കുറെ പേര് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. ബ്രേക്ക് വരുന്നുണ്ട്. ആ കുറെ ഞാൻ പേർക്ക് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും കണക്ട് ഉണ്ടോന്ന് അറിയില്ല. പറ്റിയെന്ന്. ഓക്കെ, പറ്റിയെന്നറിയില്ല. ഞാൻ നെറ്റ്വർക്ക് നോർമലി യൂസ് ചെയ്യുന്നതാണ്. അത് കൂടുതലും വോയിസ് ബ്രേക്കിംഗ് അല്ല വരുന്നത്, വോയിസ് മോഡുലേഷൻ വരുന്നു സർ. സൗണ്ട് ഉയർന്നും താഴ്ന്നും അങ്ങനെയുള്ള ഒരു രീതിക്ക് വേരിയേഷൻസ് വരികയാണ്. ബ്രേക്ക് അല്ല കൂടുതലാവുന്നത്. ഓക്കെ, ഇപ്പോ കേൾക്കുന്നുണ്ടോ മാഡം? ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. ഹലോ, ആ ക്ലിയർ ആണ് സർ, കണ്ടിന്യൂ സൗണ്ട് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ് ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ നെറ്റ്വർക്ക് ഒന്ന് സ്വിച്ച് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ, എന്താ സംഭവിച്ചത് അറിയില്ല. സാധാരണ അങ്ങനെ വരുന്നതല്ല. ഓ ഇപ്പൊ ടെക്നിക്കലി ക്ലിയർ ആണ്. നമുക്കറിയാലോ എന്തെങ്കിലും ചെറിയ എറേഴ്സ് വരുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എനിവേ സോറി, നിങ്ങളുടെ വാല്യുബിൾ ടൈമാണ്. നമ്മൾ പക്ഷേ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എറർ വന്നാണ്, സ്വിച്ച് ചെയ്തപ്പോൾ കറക്റ്റ് ആയി. നോക്കാം. ഇനി നമ്മൾ ഇവിടെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ മാഡം? ഓക്കെയാണ് സർ, കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന്റെ പേര് നമ്മൾ പരിചയപ്പെടുത്തി. ടെസ് എന്നുള്ളതാണ്, പ്രോജക്റ്റ് ടെസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് എടുത്ത് നമ്മൾ എന്തുകൊണ്ട് ഇന്ന് ഇവരുടെ ഒരു എയിം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് അവരുടെ വിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ ഈ ഒരു ക്രിപ്റ്റോ മേഖലയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഈ ഒരു പുതിയ ടെക്നോളജിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു വിഷൻ. എങ്ങനെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഇപ്പം ഇവർക്ക് ഈ ഒരു പ്രോജക്റ്റ് ഇൻസ്പയർ സർ വോയിസ് കേൾക്കുന്നില്ല. വോയിസ് കേൾക്കുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. സർ മ്യൂട്ട് ആണേ.
സർ മ്യൂട്ടാണേ. ഹലോ. ഓക്കെ, മ്യൂട്ടായിരുന്നു സർ. ഹലോ. ഓക്കെ ഓക്കെ സർ, ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, സോറി. എന്താണ് പറ്റുന്നതെന്ന് അറിയില്ല. സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയില്ല. ഓക്കെ സ്ക്രീൻ ഷെയറിംഗിലാണോ ഇപ്പോൾ ഉള്ളത്? ഓക്കെ. ഓക്കെയാണ് സർ, സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ എനിവേ നമ്മൾ ഈ ഒരു ഡോജ് കോയിന്റെ ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഈ ഒരു നമ്മുടെ നമ്മളൊരു മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ വന്നത്. ഇനി സെൻട്രലൈസ്ഡ് അല്ല. സ്മാർട്ട് കോൺട്രാക്ട് വൺസ് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്കറിയാം അത് നമുക്ക് ഓൾട്ടർ ചെയ്യാനോ അതല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഒന്നും പോസിബിൾ അല്ല. 24/7 നമുക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം ഡീസെൻട്രലൈസ് നമുക്കറിയാം ഒരു അതോറിറ്റിയുടെയും കൺട്രോൾ അല്ലാതെ റൺ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് ഈ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആസ് ആൻ ഇൻവെസ്റ്റർ ആയിട്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു $100 തൊട്ട് മുകളിലേക്ക് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മിനിമം $100 ആണ്. അതിൽ നമുക്ക് 0.7 to 1.2% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഒരു ROI ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ എമൗണ്ട് ഇപ്പൊ നമ്മളൊരു $100 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ 0.7 നമുക്ക് ഡെയിലി അല്ലെങ്കിൽ അതിന് മുകളിൽ 1.2 വരെ നമുക്ക് ഡെയിലി റിവാർഡായിട്ട് കമ്പനി തരുന്നുണ്ട്. അത് കമ്പനി തരുന്നത് ഫോറക്സ് ട്രേഡിങ്ങിലൂടെയും അതോടൊപ്പം തന്നെ ക്രിപ്റ്റോ കറൻസി ആൻഡ് വെബ് ഡെവലപ്മെന്റ്. ഞാൻ ഓൾറെഡി ഇപ്പോൾ അതിന്റെ പ്രോജക്ട്സും കാര്യങ്ങളും പറഞ്ഞു. അതോടൊപ്പം തന്നെ ടെസ് പേയ്മെന്റ് പ്ലാറ്റ്ഫോം, ബ്ലോക്ക് ചെയിൻ ആൻഡ് വെബ്3 ലേണിംഗ് അക്കാദമി, 4 സെക്ടേഴ്സിലൂടെയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാം. ദെൻ നമുക്കിവിടെ എന്താണ് നമുക്ക് ഈ ഒരു ബിസിനസിന്റെ പാർട്ടാവാൻ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാലറ്റ്, നമുക്കത് ടോക്കൺ പോക്കറ്റോ ട്രസ്റ്റ് വാലറ്റോ അങ്ങനെ ഏത് വാലറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു വാലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്പോൺസറുടെ ഒരു ലിങ്ക് വഴി നമുക്ക് ID രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ആ ID രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ USDT നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അത് $100 ആണ് മിനിമം വരുന്നത്. 100, 250, 500, 1000 USDT, 2000, അതുപോലെ 5000, 10000 ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പാക്കേജസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ട്വൈസ് 2x വരെ അവർക്ക് ഈ ROI കിട്ടിയിരിക്കും. അതായത് നമ്മൾ $1000 ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഈ $1000 നമുക്ക് ഒരു ദിവസം $7 ആണ് കിട്ടുന്നത് വിചാരിക്കാം. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു USDT നമുക്ക് ഡെയിലി വരുമാനമായിട്ട് കിട്ടുന്നെങ്കിൽ ആ USDTക്ക് നമുക്ക് ഇക്വലന്റ് ആയിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു മാസം 0.7% തൊട്ട് എപ്പോഴാണോ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് 2x എന്ന് പറഞ്ഞ 1000 ചെയ്ത ആൾക്ക് 2000 USDT എപ്പോൾ വരുന്നോ അതുവരെ ആ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഒരു എമൗണ്ട് ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്താൽ 2 ലക്ഷം രൂപ വരെ നമുക്ക് ഈ ROI നിരക്ക് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇതല്ല നമ്മൾ ഇൻവെസ്റ്റർ ആയിട്ടല്ല ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് 4x ആയിട്ട് മാറ്റാൻ പറ്റും. അതായത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ വരെ വരുമാനം വാങ്ങിക്കും. അതിനുശേഷം നമുക്ക് ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതൊരു 4x എന്നുള്ള രൂപത്തിൽ അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കളോട് ഈ കൺസെപ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ നല്ല ഒരു ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പറയും നല്ല ഹോട്ടലാണെങ്കിൽ നല്ല ഹോട്ടലാണ്, നല്ല ഭക്ഷണമാണെന്ന് പറയും. നല്ലൊരു ഫിലിം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, അത് റെക്കമെൻഡ് ചെയ്യും. അപ്പൊ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അപ്പൊ ഇവിടെ അതുപോലെ നല്ലൊരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്, നമ്മളതൊന്ന് ഷെയർ ചെയ്യണമെങ്കിൽ അവിടെ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. അവിടെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ 10% നമുക്ക് ഡയറക്റ്റ് റെഫറൽ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു $100 ഇൻവെസ്റ്റ് ചെയ്തു, ഒരു വ്യക്തി നിങ്ങളുടെ കെയർ ഓഫിൽ ഒരു $1000 ഇൻവെസ്റ്റ് ചെയ്താൽ ഈ 1000ത്തിന്റെ 10% $100 നിങ്ങൾക്ക് വൺ ടൈം ഇൻകം ആയിട്ട് ലഭിക്കും. അങ്ങനെ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഒരു 5 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്യാം, 10 പേരെ ചെയ്യാം. അങ്ങനെ നമുക്ക് എത്ര മെമ്പേഴ്സ് വേണമെങ്കിൽ ചെയ്യാം. എത്ര മെമ്പേഴ്സിനെ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്താലും അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 10% നമുക്ക് സ്പോട്ടിൽ ഇൻകം ആയിട്ട് വരുന്നു. അതാണ് നമുക്ക് ഇവിടെ 10% സ്പോട്ട് റെഫറൽ ഇൻകം എന്ന് പറയുന്നത്. അത് മാത്രമല്ല
അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് അവർക്ക് ഒരു ദിവസം എത്ര രൂപയാണോ വരുമാനം കിട്ടുന്നത്, അതിന്റെ 15% നമുക്ക് ഡെയിലി വരുമാനമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡെയിലി വരുമാനം ആയിട്ട് വരുന്നത് നമ്മളൊരു മന്ത്ലി എന്നുള്ള കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഒരു 0.7%ന്റെ മുകളിലാണ് 15,000 തൊട്ട് ഒരു 20,000 രൂപ വരെയുള്ള ഒരു എമൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറയണ ഒരു മിനിമം എമൗണ്ട് കിട്ടുകയാണ്. ഒരു ലക്ഷം രൂപ നമ്മളൊരു സുഹൃത്ത് നമ്മളിലൂടെ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് ഒരു 15,000 രൂപ കിട്ടുമ്പോൾ അതിന്റെ ഒരു 15% എന്ന് പറഞ്ഞാൽ 2,250 ഒരു മാസം നമുക്ക് ലഭിക്കും. ഇങ്ങനെ ഒരു 10 പേര് നമ്മളിലൂടെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 22,500 രൂപ മന്ത്ലി നമുക്ക് USDT വരിക. അത് ഡെയിലി ആണ് വരിക. നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ പറഞ്ഞെന്ന് മാത്രമേ. അവിടെ അടുത്ത ലെവൽ ഇൻകം എന്ന് പറഞ്ഞാൽ അവർ ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് L2 എന്ന് മാർക്ക് ചെയ്യുന്നത്. കാരണം അവർക്കും ഇത് 10 ഡയറക്ട് റഫറൽ കിട്ടാം. അപ്പൊ അവർ പുതിയ ആളുകളെ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ 2 പേരെ ഡയറക്റ്റ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഈ 5 പേര് ഒരു 2 3 പേരെ ബിസിനസ്സിൽ എത്തിച്ചാൽ പോലും എന്റെ സെക്കൻഡ് ലെവലിൽ ഒരു മെമ്പേഴ്സ് ഉണ്ടാവും. അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ അവർക്ക് കിട്ടുന്ന ഒരു പക്ഷെ അവര് ഒരു 1 lakh ആണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ 15,000 ഇവർക്ക് കിട്ടുന്ന സമയത്ത് അതിന്റെ 10 എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഡയറക്റ്റ് കൊണ്ടുപോകുന്ന ആളുകളല്ല, ഞാൻ കൊണ്ടുപോകുന്ന വ്യക്തികളിലൂടെ വന്നതാണ്. 10% എന്ന് പറഞ്ഞാൽ ഒരു 15,000 കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 1,500 രൂപ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡെയിലി വരുമാനം. അപ്പൊ നമുക്കറിയാം L1-ലുള്ള ആളുകളെക്കാൾ കൂടുതൽ മെമ്പേഴ്സ് L2-ൽ വരും. അങ്ങനെ L3 എന്ന് പറഞ്ഞത് L2 ആളുകൾ സ്പോൺസർ ചെയ്യുന്ന ആളുകളാണ്. ഇങ്ങനെ അതിൽ നിന്ന് 5% ഇങ്ങനെ അപ് ടു നമുക്ക് 40 ലെവൽസ് ഇൻകം ഒരു 4 5 മെമ്പേഴ്സിലൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻകം കിട്ടാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു വോളിയം താഴേക്ക് ജനറേറ്റ് ചെയ്യും. അത് നമുക്ക് ഡെയിലി വരുമാനമായിട്ട് വരുന്നു. അങ്ങനെ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്ന് 100 ദിവസം നമുക്ക് വരുമാനം വരുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു, നമ്മൾ അറിയാതെ ഒരു വ്യക്തി നമ്മളെ L1-ലും L15-ലും ജോയിൻ ചെയ്തു, ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കാം. ആ വ്യക്തി ജോയിൻ ചെയ്ത് അയാൾ ROI വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ 0.5% നമുക്ക് ഡെയിലി 100 ദിവസം നമുക്ക് വരുമാനം തരുന്നുണ്ട്. ചെറിയൊരു കാര്യമല്ല. അതായത് ഒരാൾ നമ്മൾ ടീമിലേക്ക് വന്നാൽ അത് ഏത് ലെവലിൽ വന്നാലും നമുക്ക് അവരിൽ നിന്ന് 100 ദിവസം വരുമാനം കമ്പനി തരുന്നുണ്ട്. ഇനി ഇത് ഞാൻ പറഞ്ഞു, ഇതില് വലിയൊരു വോളിയം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോറക്സ് ആയിട്ട് നമുക്ക് വരുമാനം വാങ്ങേണ്ടതിന്റെ കമ്പനി ക്രൈറ്റീരിയ ഏതാണ്? നമുക്കൊരു മിനിമം 5 ഡയറക്റ്റ് റഫറൽ വരണം എന്ന് പറഞ്ഞാൽ $100 റഫറൽ വന്നാൽ മതി. അതോടൊപ്പം 3 ലെവലിൽ നമുക്ക് ഇൻകം കിട്ടണം. L1 L2 L3 3 ലെവലിൽ നമുക്ക് ടീം വേണം. അപ്പൊ നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അയാളോട് ഒരാൾ വന്നു, അതിലൊരു വ്യക്തി വരും, അത് കഴിഞ്ഞു. പിന്നെ ഉള്ളത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണോ അതിന്റെ ഒരു 10 ടൈംസ് താഴെ. അത് വളരെ ഈസി ആയിട്ട് വരാവുന്ന ഒരു ബോഡിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ഫോറക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് നമ്മൾ മാറുന്നത്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർ മ്യൂട്ടാണ്. സർ മ്യൂട്ടാണ്. മ്യൂട്ടാണ് സർ, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല സർ. ഹലോ, ക്ലിയർ ആണോ മേഡം? ഓക്കെ സർ. ഹലോ സർ, സാറിന്റെ വീഡിയോ ഒന്ന് ഓഫ് ആക്കി വെച്ച് നോക്കൂ. നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. സാറിന്റെ വീഡിയോ പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോ നെറ്റ്വർക്കിന് ഇത് കംപ്ലൈന്റ് ഉണ്ട്. സാർ ഇപ്പോ മ്യൂട്ടാണ്. ഓക്കെ, ഓക്കെ ഓക്കെ നോക്കട്ടെ. മ്യൂട്ടാണ് സർ.
ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെയാണ്. ക്ലിയർ ആണ് ക്ലിയർ ബ്രോ. ആണോ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ നോക്കാം, നമുക്ക് ഇവിടെ ലെവൽ ഇൻകത്തിന് പുറമെ നമുക്കൊരു എക്സ്ട്രാ നമുക്കൊരു ബൈനറി പ്രോഗ്രാം കൂടി കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. പക്ഷെ എത്ര പേരെ ഡയറക്റ്റ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാലും നമുക്ക് അവരെ രണ്ട് ചാനലിലൂടെയാണ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക. കാരണം ഇവിടെ റെഫറൽ ലിങ്ക് വഴിയാണ് നമുക്ക് ജോയിൻ വരുന്നത്. അപ്പൊ നമ്മൾ ഒരു 10 പേരെ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്താലും നമ്മൾ ആദ്യം ഒരാൾക്ക് റൈറ്റ് ലിങ്ക് അയച്ചാൽ പിന്നീട് ആ റൈറ്റ് ലിങ്കിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ അവരെ താഴേക്ക് വരിക. നമ്മൾ ലെഫ്റ്റ് ലിങ്കിൽ ഒരാൾക്ക് അയച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നീട് ജോയിൻ ചെയ്യുന്ന ആളുകൾ അതിന്റെ താഴെയാണ് വരിക. അപ്പൊ അങ്ങനെ നമുക്കൊരു ബൈനറി പ്ലാൻ കൂടി കമ്പനി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ലെഫ്റ്റില് റൈറ്റുമായിട്ട് $1000 മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൂബി എന്ന് പറഞ്ഞ റാങ്കിലെത്തും. അതിനുശേഷം നമ്മൾ $5000 മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിൽവർ എന്ന് പറഞ്ഞ റാങ്കിലെത്തും. ഈ റാങ്കിൽ എത്തുന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരു $100 ഒരു സ്പോട്ട് കമ്മീഷനായിട്ട് കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 10,000 USDT മാച്ച് ചെയ്യുന്ന സമയത്ത് കമ്പനി നമുക്ക് പേൾ എന്ന് പറഞ്ഞ റാങ്കിൽ 200 USDT നമുക്ക് ഒരു വൺ ടൈം ഇൻകം ആയിട്ട് കമ്പനി തരുന്നു. അതോടൊപ്പം തന്നെ 25,000 മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 300 USDT, ഒരു 5,000 മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കമ്പനി ഒരു കാർ ഫണ്ട് ആയിട്ട് ഒരു 1 lakh rupees നമ്മൾ കാർ എടുക്കുന്ന സ്ഥലത്തേക്ക് തരും. അതോടൊപ്പം തന്നെ 1,00,000 USDT മാച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ടീം വർക്കിലൂടെ മാച്ച് ചെയ്യുമ്പോൾ 500 USDT ഒരു ഇൻകം ആയിട്ട് കമ്പനി തരുന്നു. മന്ത്ലി സാലറി പോലെ, അതായത് ഇവിടെ വരെ നമുക്ക് വൺ ടൈം ആണ് ഇൻകം കിട്ടുന്നതെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മന്ത്ലി ഒരു സാലറി പോലെ ഒരു 500 USDT കിട്ടുന്നു. $2,00,000 മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു $1,000 സാലറി വരുന്നു. ഇതിന് ശേഷമുള്ള റാങ്കുകൾ നമ്മൾ ഒന്ന് ഓർത്ത് വെക്കുക. ഡോൺ പിൻ എന്ന് പറയുന്ന റാങ്ക്, കമാൻഡർ പിൻ, ക്വിൻലി, അതോടൊപ്പം തന്നെ കിങ് ആൻഡ് ക്വീൻ റാങ്ക് വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് എംബറർ പിൻ എന്നുള്ളതാണ്. അവിടെ നമുക്ക് തരുന്ന അവാർഡ്സിനെ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് നമുക്കൊന്ന് പറയാം. അതായത് ഫസ്റ്റ് നമുക്ക് തരുന്ന കാര്യങ്ങൾ ഇതാണ്. നമ്മൾ ഒരു ഗോൾഡ് എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുമ്പോൾ ഒരു 500 USDT നമുക്ക് മന്ത്ലി സാലറി ആയിട്ട് തരുന്നു. ഡയമണ്ട് എന്ന് പറഞ്ഞ റാങ്കിൽ ഒരു 1000 USDT നമുക്ക് തരുന്നു. അതോടൊപ്പം തന്നെ വൺ ടൈം ബോണസുകൾ തരുന്നു. സിൽവറിൽ 100 US, പേളിൽ 200 വരുന്നുണ്ട്, സഫയറിൽ 300 ആൻഡ് നെക്സ്റ്റ് കാർ ഫണ്ട് വരുന്നുണ്ട്. ദെൻ ഡോൺ പിൻ എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുമ്പോൾ അതിന്റെ പോയിന്റ്സ് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്, നോക്കാം. ഒരു BMW 5 Series വണ്ടി അലോങ് വിത്ത് 1% ഓഫ് ടേൺ ഓവർ, ഗ്ലോബൽ ടേൺ ഓവറിന്റെ 1% ഉൾപ്പെടെ നമുക്ക് കമ്പനി എന്ത് ചെയ്യുന്നു, തരുന്നു. ഈ 1% നമ്മൾ ഈ ഒരു റാങ്കിലുള്ള ലീഡേഴ്സ്, ഇപ്പൊ 4 പേരാണെങ്കിൽ 4 പേർക്ക് കമ്പനി എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ കമാൻഡർ പിൻ എന്ന് പറഞ്ഞ റാങ്കിലും ഈ റിസീവ്സ് BMW 7 Series പ്ലസ് ഗ്ലോബൽ ടേൺ ഓവർ ഈ ഒരു കമാൻഡർ പിൻ റാങ്കിൽ എത്തിയ ആളുകൾക്ക് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പറയാം ഡോൺ പിന്നിൽ ഇന്ന് കമ്പനിയുടെ ഗ്ലോബൽ ടേൺ ഓവർ വാങ്ങാൻ ടോപ്പ് 18 എന്ന് പറഞ്ഞ ടോപ്പ് 8 ലീഡേഴ്സ് മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് എത്ര പെർസെന്റേജ് ആണോ അത് ഇന്ന് അവർക്കാണ്. നാളെ ഒരു ടീം കൂടി അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ഷെയർ ചെയ്യും. ഈ രൂപത്തിലാണ് കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് റിസീവ്സ് മെഴ്സിഡസ് ബെൻസ് ജി വാഗൺ അലോങ് വിത്ത് 1% ഗ്ലോബൽ ടേൺ ഓവർ. ആൻഡ് ഫൈനലി ബുർജ് ഖലീഫയിൽ ഒരു ഫുള്ളി ഫേർണിഷ്ഡ് ഫ്ലാറ്റ് ആണ് കമ്പനി തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കമ്പനി വരുന്നത്. അത് വിത്ത് 1% അത് ഈ ഒരു റാങ്കിലേക്ക്, എംബറർ പിൻ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തുമ്പോൾ. എനിവേ ഇന്ന് നമ്മളെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ടെക്നിക്കലി വന്നു. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ സെയിം നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് സിസ്റ്റത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് അറിയില്ല. എനിവേ എല്ലാവരോടും അതിന് എന്താ പറയാ സോറി ചോദിക്കുകയാണ്. കാരണം നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. ടെക്നിക്കലാണ് പ്രോഗ്രാംസ് കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല. എനിവേ ഇന്ന് ഈ ഒരു പ്രോജക്റ്റ് കേട്ട ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുകളോട് കാര്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. കാരണം നമുക്കറിയാം, അവസരങ്ങളാണ് ജീവിതത്തിൽ എപ്പോഴും ആളുകളെ വലിയ നിലയിലേക്ക് എത്തുക, അല്ലെ? ഇപ്പോൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച് ഒരേപോലെ പഠിച്ചു പോയ ആളുകൾ. പക്ഷെ ചിലർ വലിയ ഹൈറ്റ്സിലേക്ക് എത്തും. ചിലർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒന്നും ഒരു പ്രത്യേകിച്ച് ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. കാരണം അവരുടെ ഒക്കെ ലൈഫിൽ ചിലപ്പോൾ ഒരേപോലുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ടാവും. ചില ആളുകൾ ആ അവസരങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവും. ചില ആളുകൾ ഒരു പക്ഷേ എനിക്കത് കഴിയില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ നെഗറ്റീവ് മാത്രം കാണുകയുണ്ടാവും. അപ്പോൾ നമ്മൾ ലോകത്ത് ഈ ഒരു ടെക്നോളജിയുടെ ലോകത്താണ് ജീവിക്കുന്നത്. ഇന്ന് Web3 കാലഘട്ടമാണ്. നമുക്കറിയാം Web3 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അപ്പൊ ഈ ഒരു വെബ്3യുടെ കാലത്ത് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഇന്ന് ഞാൻ ഇതുവരെ ഒരുപാട് ക്രിപ്റ്റോ പ്രോജക്റ്റുകൾ കണ്ടിട്ടുണ്ട്. റിയൽ ഒരു യൂട്ടിലിറ്റി ഉള്ള ഒരു പ്രോജക്റ്റും മാർക്കറ്റിൽ എന്തില്ല, ഇന്ന് റഫറൽ പ്രോഗ്രാം നടത്തുന്നില്ല. അത് ഒരേ ഒരു കൺസെപ്റ്റ് ടെസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുക. നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഈ ഒരു പ്രോജക്റ്റിലൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു, താങ്ക് യു. താങ്ക് യു അരുൺ സർ, താങ്ക് യു സോ മച്ച്. സർ അത്രത്തോളം നല്ല രീതിയിൽ തന്നെയാണ് പ്രസന്റേഷൻ ഉണ്ടായിരുന്നത്. താങ്ക് യു സർ. പക്ഷേ ടെക്നിക്കൽ ഇഷ്യൂസ് നമുക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാരില്ല, എല്ലായ്പ്പോഴും ഒരുപോലെ ഉണ്ടാവില്ല. എന്ത് തന്നെയായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു പ്രൊജക്ട് പലതവണ കേൾക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ ഇതിൽ പഠിക്കുക. പക്ഷെ എല്ലാം പഠിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് വരുമാനം കിട്ടത്തുള്ളൂ എന്നൊന്നുമില്ല. എല്ലാവരും ഇത് പഠിച്ചിട്ടിരിക്കുന്നവരല്ല. ഇപ്പോ പറഞ്ഞു ഡോൺ പിൻ എത്തി നിൽക്കുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ടോപ്പ് 8 ലീഡേഴ്സ് അവർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും പഠിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും കമ്പനി സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് സുഹൃത്തുക്കളെ. ഇന്നിപ്പോ പുതിയതായിട്ട് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒട്ടും വൈകിട്ടില്ല. പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ആകുന്നേ ഉള്ളൂ. ഇപ്പോഴും ഒരു എന്താ പറയാ അടിത്തറ നല്ല സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബാംബു ട്രീ പോലെ നല്ല അടിത്തറ നല്ല സ്ട്രോങ് ആക്കി കൊണ്ടിട്ടാണ് വരുന്നത്. ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ ഒരു പ്രൊജക്ടിലേക്ക് വന്നു കയറുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ലീഡേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രത്യേകത മറ്റുള്ള ഒരു പ്രൊജക്ടിൽ കാണാത്ത കാര്യങ്ങൾ ഇവിടെ വളരെ കൂളായിട്ട് ബിസിനസ് ചെയ്യുന്നത് കാണാം. എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് ഈ ഒരു പ്രൊജക്ട് ടെസ്റ്റിന്റെ ക്ലൈമാക്സ് കണ്ടിട്ട് ഇരിക്കുന്നവരാണ്. എങ്ങനെയായിരിക്കും ഇതിന്റെ ക്ലൈമാക്സ് നല്ല പോലെ അറിയുന്ന വ്യക്തികളാണ് ഇതിന്റെ ടോപ്പ് മോസ്റ്റ് ലീഡേഴ്സ്. ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന ലീഡേഴ്സ്. അവര് വളരെ സിമ്പിൾ ആയിട്ട് ഈ ബിസിനസ് ചെയ്യാൻ കാരണം അത് തന്നെയാണ്. അപ്പോ ക്ലൈമാക്സ് കണ്ട് കളിച്ചു കഴിഞ്ഞാൽ എന്താണ്, ടെൻഷൻ ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മളൊരു ഒരു ഫിലിം തന്നെ കാണുകയാണെന്നിരിക്കട്ടെ, ഒരു ഫിലിം കാണുകയാണെങ്കിൽ തന്നെ ആ ഫിലിമിലെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കും ഡയറക്ടേഴ്സും അതുപോലെ തന്നെ അതിലെ പ്രൊഡ്യൂസർക്കും അതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകൾക്കും അറിയാം അതിലെ ക്ലൈമാക്സ് എന്താണ്. നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ഒരു സമയത്ത് ഒരു സീൻ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒരു റെയിൽ പാളം നമ്മളെ കാണിക്കുന്നു. ഒരു കുട്ടി അതിലൂടെ നടന്നു വരികയാണ്. അകലേന്ന് ട്രെയിൻ വരുന്നത് കാണിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ കാണിക്കുന്നു, ട്രെയിൻ കാണിക്കുന്നു, കുട്ടിയെ കാണിക്കുന്നു, ട്രെയിൻ കാണിക്കുന്നു. ഇപ്പിടിക്കുന്ന വെച്ചിട്ട് നമ്മൾ പേടിച്ചിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ആ ക്ലൈമാക്സ് അറിയുന്ന വ്യക്തികൾ വളരെ കൂളായിട്ട് അതിരുന്ന് കാണുന്നത് കാണാം. ഓക്കെ. അത് എന്തുകൊണ്ടാണ്? അവർക്കറിയാം അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റില് ക്ലൈമാക്സ് എന്താണെന്ന് കണ്ടിരിക്കുന്ന, അതായത് ക്ലൈമാക്സ് എന്തായിരിക്കുമെന്ന് നല്ലപോലെ നിശ്ചയമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ലീഡേഴ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്ത് നിന്ന് കാണുന്നവർക്ക് അത് അറിയത്തില്ല. ഒരു ബലൂൺ വീർപ്പിക്കുന്നത് പോലെയാ പുറത്ത് നിൽക്കുന്നവർക്ക്. നല്ലൊരു ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കലെ ഈ വീർപ്പിക്കുന്ന ആൾക്കറിയാം ഇത് എത്രത്തോളം എയർ അതിന്റെ ഉള്ളിൽ അറിയുന്നുള്ളൂ. പക്ഷെ പുറത്ത് നിൽക്കുന്ന ആൾ ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞിട്ട് നിൽക്കും. ഓക്കെ. അതേപോലെ തന്നെ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാല് മസിൽ വരുന്നുള്ളത് 100% ഉറപ്പാ. പക്ഷെ ജിമ്മിൽ പോകുന്ന ആൾക്കാരെ നോക്കി നിന്നാ മസിൽ വരത്തില്ല. അതേപോലെ ടെസ്സിൽ വന്ന് എൻട്രി എടുത്താൽ മാത്രമാണ് ക്യാഷ് വരത്തുള്ളൂ. നീ ചെയ്യ്, ഞാൻ 6 മാസം നിന്നെ നോക്കി നിൽക്കട്ടെ, നിനക്ക് വരുമാനം വരുവാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞ് നിൽക്കാതെ സുഹൃത്തുക്കളെ, ടൈം ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ടൈം ആണ് ഇന്ന് പണമാക്കി മാറ്റുന്നത്. പണമില്ലാതെ ഇന്ന് ഒരു കാര്യം നടക്കില്ല. നല്ല തണ്ടും തടിയുണ്ട്. പക്ഷെ 5ന്റെ പൈസ കയ്യിലില്ലെങ്കിൽ 5 പൈസക്ക് വില ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഭാവി എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടാ. ഇന്ന് വരെ നിങ്ങൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇന്നലെ വരെ നിങ്ങൾ എവിടെ നിന്നു എന്നൊന്നും ഇവിടെ വിഷയമല്ല. ഈ ഒരു പ്രൊജക്ടിനെ നിങ്ങൾ കൈ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഇതുവരെ ഉണ്ടായതൊക്കെ മതി, ഇത്രത്തോളം മതി, ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഇത്ര നാൾ എന്ത് ചെയ്തോ അത് തന്നെ ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചിങ് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം ആയിട്ട് എടുക്കാം. ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഇത് നമ്മൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ്, കുട്ടികള്, നമ്മൾ ഒരു ദിവസം ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ മുന്നിൽ ചെന്ന് കൈ നീട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ വരരുത്. പണം എന്ന് പറയുന്നത് അത്രത്തോളം പവർ ഉള്ള ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഒരാളുടെ കയ്യിലും നമ്മളില്ലെങ്കിൽ പോലും നമ്മളുടെ വാലറ്റ്, പണ്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നല്ല പോലെ പഠിച്ചോ, വേറെ എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടി വരും, അല്ലെ, ഭാഗം വെക്കേണ്ടി വരും. ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും സ്വത്ത് ഭാഗം വെക്കേണ്ടി വരും. നീ പഠിച്ചാല് നിന്റെ വിദ്യാഭ്യാസം നീ ആർക്കും ഷെയർ ചെയ്യണ്ടെന്ന് പറയും. അതുപോലെ നിങ്ങളുടെ വാലറ്റ് നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യണ്ട. നിങ്ങളുടെ മക്കൾക്കുള്ളതാണത്, നിങ്ങളുടെ ഭാവിയിലേക്കുള്ളതാണത്. ഒരു അസറ്റ് ക്രിയേഷൻ
പ്രൊജക്റ്റ് ആണത് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ മാത്രം മതി. അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അവസരമാണ്. അവസരങ്ങൾ എപ്പോഴും കിട്ടത്തില്ല. കിട്ടുന്ന അവസരം നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ലീഡേഴ്സ് ഇവിടെ ഉണ്ടെന്നുള്ളത് ഈ ഒരു പ്രൊജക്ടിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തികളാണ് നമ്മളെ കൂടെ എന്നുള്ളത്. ടോപ്പ് 8 ലീഡേഴ്സ് അടക്കം ഇതിൽ T3 ഓർഗനൈസേഷൻ, അതുപോലെ എല്ലാ ഓർഗനൈസേഷനിലും ടോപ്പിലിരിക്കുന്ന ലീഡേഴ്സ് എല്ലാവരും തന്നെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. നിങ്ങൾ അവരുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ വിളിച്ച സുഹൃത്തുക്കളെ ഇപ്പൊ തന്നെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ വിളിക്കുക, നിങ്ങളുടെ തീരുമാനം അറിയിക്കുക. തീരുമാനമാണ് നമ്മളെ ഫ്യൂച്ചർ നിശ്ചയിക്കുന്നത്. ഇന്നെടുക്കുന്ന, ഒരു വർഷം മുന്നേ എടുത്ത ടോപ്പ് 8 എടുത്ത തീരുമാനമാണ് ഇന്ന് ഇവരുടെ ഹാപ്പിനെസ്. നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് എന്താണെന്നുള്ളത് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ മതി. ആ തീരുമാനം അച്ഛന്റെയോ അമ്മയുടെയോ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ മക്കളുടെ കയ്യിൽ കൊടുക്കാതെ സ്വന്തം ഡ്രൈവിംഗ് സീറ്റില് നമ്മൾ തന്നെ കയറിയിരിക്കുക, ഡ്രൈവ് ചെയ്യുക, അല്ലെ? നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യുക, നമ്മളെ ലൈഫ് നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യുക, മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.